ഷേക്സ്പിയറിന്റെ സോണറ്റ് നമ്പർ 121. നമ്മൾ HSCക്ക് പഠിക്കുമ്പോൾ സോണറ്റ് എന്താണ്, അതിന്റെ തീം എന്താണ്, അതിന്റെ അനാലിസിസ് എന്താണ്, അതിന്റെ സമ്മറി എന്താണ്, ഇങ്ങനെ സർഫേസ് ലെവലിൽ പഠിച്ചാൽ മാത്രം പോരാ. അതിലെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ പറയാറില്ലേ, തെങ്ങിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ തെങ്ങിൽ കെട്ടിയിട്ട പശുവിനെ കുറിച്ച് എസ്സേ എഴുതിയെന്ന്, അതുപോലെ ഓരോ വരിയും കണക്ട് ചെയ്യുന്ന പേഴ്സണിലേക്കും അതേപോലെ തന്നെ വർക്കിലേക്കും ഒക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് വേണം HSC പോലുള്ള പരീക്ഷകൾക്ക് പഠിക്കാൻ. കാരണം ഇതിനെക്കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്കിപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, ഈ പോയതിന്റെ സമ്മറി എന്താണെന്നൊക്കെ. അങ്ങനെ പഠിച്ചു പോകുന്ന 15,000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 15,000 ആൾക്കാർക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം കിട്ടില്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യം നമ്മൾ ഇങ്ങനെ പഠിക്കുന്നതിന് പകരം വളഞ്ഞു മൂക്ക് പിടിച്ചിട്ട് പല കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോണറ്റ് 121 കുറിച്ച് പറയുന്നു, അതേപോലെ തന്നെ അതിൻ്റെ പബ്ലിക്കേഷനെ കുറിച്ച് പറയുന്നു, അത് പബ്ലിഷ് ചെയ്ത വ്യക്തി ആരാണെന്ന് പറയുന്നു, മിസ്റ്റർ WH ആരാണെന്ന് പറയുന്നു, അജ്ഞാതനായിരിക്കുന്ന WH കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു, ഇത് വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഓതറിനെ കുറിച്ചിട്ടുള്ള കോൺട്രവേഴ്സീസ് പറയുന്നു. അങ്ങനെ പല കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്നത്തേത്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പ് HSCയുടെ ക്ലാസ്സസ് ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ അവൈലബിൾ ആണ്. 2,500 രൂപ മാത്രമാണ് നമ്മളിപ്പോൾ HSCയുടെ കോഴ്സിന് ഫീസായിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സാം വരെയും ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഓരോ ടോപ്പിക്കിലെയും ക്ലാസ്സിനനുസരിച്ചിട്ട് അതിൻ്റെ ഡിസ്കഷൻസും മോക്ക് ടെസ്റ്റുകളും പേഴ്സണലൈസ്ഡ് മെന്റൽ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോണറ്റ് 121. സോണറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 14 വരിയുള്ള പോയത്തിനെയാണ് നമ്മൾ സോണറ്റ് എന്ന് വിളിക്കുന്നത്. ഈ 14 വരികളെയും നമ്മൾ 4 രീതിയിൽ 4 സെറ്റാക്കി തരംതിരിച്ചിട്ടുണ്ട്. 3 ക്വാട്രൈനും ഒരു കപ്ലറ്റും എന്നുള്ള രീതിയിൽ. ക്വാട്രൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വരികളുടെ കൂട്ടത്തിനെയാണ് ക്വാട്രൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ടുഗദർ 14 വരിയുള്ള പോയത്തിനെ 3 ക്വാട്രൈൻസും ഒരു കപ്ലറ്റും ആക്കുന്നു. കപ്ലറ്റിൽ 2 വരികളാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ സോണറ്റിനെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. ഷേക്സ്പിയർ 154 സോണറ്റുകളാണ് എഴുതിയിട്ടുള്ളത്. ഈ 154-ൽ 126 ഒരു ഫെയർ യൂത്തിന് വേണ്ടിയിട്ട്, ബാക്കി 28 ഒരു ഡാർക്ക് ലേഡിക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ഫെയർ യൂത്ത് ആരാണ്, ഡാർക്ക് ലേഡി ആരാണ് എന്നൊന്നും ഷേക്സ്പിയർ എവിടെയും റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യത്തെ 126 ഫെയർ യൂത്തിനും 28 ഡാർക്ക് ലേഡിക്കുമാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സോണറ്റ് 121 ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്? ഫെയർ യൂത്തിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്.